പെട്ടെന്നൊരു മീൻ വറുത്ത് കഴിക്കണമെന്ന് തോന്നിയാൽ നമുക്ക് വേഗം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഈ മീനാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഒരല്പം ഫിഷ് മസാല എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി അല്പം നാരങ്ങ നീരൊഴിച്ച് നന്നായിട്ടൊന്ന് പുരട്ടാം. ഈ അരപ്പിലേക്ക് അല്പം നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിന്ന് കുഴച്ചെടുക്കാം. നമുക്ക് എന്തോരം മീൻ എടുക്കണോ അത്രയും മീൻ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നന്നായിട്ട് പുരട്ടി കൊടുക്കുക. ഫിഷ് മസാലയിൽ ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട് എനിക്ക് വേറെ ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഈ അരപ്പ് പുരണ്ടിട്ടുണ്ട്. ഇനി ഇതൊരു കുറച്ച് സമയം, ഒരു 10 മിനിറ്റ് കൂട്ടി നിൽക്കട്ടെ. അപ്പോൾ ഈ അരപ്പൊക്കെ ഈ മീനിൽ നന്നായിട്ട് പിടിക്കും. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന മീൻ നമുക്ക് പൊരിച്ചെടുക്കാം. അല്പസമയം അടഞ്ഞിരിക്കട്ടെ. നമ്മളിങ്ങനെ എടുത്തൊന്ന് കറക്കി കൊടുക്കുമ്പോൾ ഈ എണ്ണയുള്ളതൊക്കെ എല്ലാ സൈഡിലേക്കും പിടിക്കും. നമുക്ക് തിരിച്ചു കൊടുക്കാം. കറക്റ്റ് ഒരു സൈഡ് നല്ല ഗോൾഡൻ കളറിൽ പിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒട്ടും കരിഞ്ഞിട്ടില്ല. അതിൻ്റെ കളർ നോക്ക്. ഇങ്ങനെ മീൻ പൊരിച്ചാൽ നമ്മൾ മീൻ ചോറില്ലെങ്കിലും കഴിച്ചു പോകും അല്ലേ. ഇതിൻ്റെ ഈ അരപ്പൊക്കെ അവിടെ ഇവിടേക്ക് ഇരിക്കുന്ന എല്ലാം നമുക്കൊന്ന് അടുപ്പിച്ച് വെച്ച് കൊടുക്കാം. അപ്പം അതെല്ലാം ആ മീനിൽ തന്നെ പിടിച്ചോളും. അതല്ലെങ്കിൽ ഈ സൈഡിലൊക്കെ ഇരുന്ന് ഇതങ്ങ് കരിഞ്ഞു പിടിക്കും. ഓ, നമ്മുടെ അടിപൊളി മീൻ പൊരിച്ചത് ഇതാ റെഡിയായി. ഒട്ടും തന്നെ അരപ്പ് എവിടെയും പോയില്ല. ആ അരപ്പ് മുഴുവനും ആ മീനിൽ പിടിച്ചിട്ടുണ്ട്. ഇതിന് നല്ല ഒരു ഫ്ലേവർ കിട്ടാനായി നമുക്ക് കുറച്ച് കറിവേപ്പില വെച്ച് കൊടുക്കാം. നമ്മളുടെ മീൻ പൊരിച്ചത് ശരിയായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്ക് മീനിനെ പുറത്തേക്ക് എടുക്കാം. നല്ല അടിപൊളി മീൻ. അടുത്ത മീനും കിട്ടി. ഏതാ അടിപൊളി ടേസ്റ്റപ്പാ. അതിൻ്റെ ഒരു കറിവേപ്പില കഴിച്ചാൽ മതി. എന്തൊരു രുചിയെന്നോ. നിങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കൂ. ഇങ്ങനെയൊക്കെയുള്ള മീൻ പൊരി ഇഷ്ടപ്പെടാത്തവരാരാണല്ലേ. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഒന്ന് പൊരിച്ച് നോക്കൂ. ചോറില്ലെങ്കിലും നമുക്ക് വെറുതെ ഇങ്ങനെ മീൻ പെറുക്കി കഴിക്കാൻ തോന്നും. അത്ര ടേസ്റ്റിയായ മീനാണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.